നമസ്കാരം. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് അതായത് ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് കുജദശയിലെ വ്യാഴബന്ധം വന്നാൽ, ചൊവ്വാദശയിൽ വ്യാഴത്തിൻ്റെ ബന്ധം വന്നാൽ അത് മരണകാരകം മാരകത്വമുള്ള ഒരു സമയമാണ്, ദോഷപ്രദനാണ്. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് വല്ല അപകടങ്ങളോ ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വന്നു ചേരാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പക്ക പിറന്നാളിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുക. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു യന്ത്രം നിങ്ങൾ എഴുതി, മഹാമൃത്യുഞ്ജയ യന്ത്രം ഒരു സാത്വികനായ ഒരു കർമ്മിയെ കൊണ്ട് എഴുതിച്ച് ശരീരത്തിൽ കവചമായിട്ട് ധരിക്കാം. അതുപോലെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ചിത്തിര, ജ്യോതി, വിശാഖ നക്ഷത്രക്കാർക്കെങ്കിൽ, നിങ്ങൾ വിവാഹത്തിന് ദാമ്പത്യ സുഖം ഉണ്ടാവാൻ, വിവാഹം നടക്കുന്നില്ല, വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക പുരോഗതി ഇവയൊക്കെ കൈവരിക്കാനായിട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുന്നത്, മാസത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷ്മി പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മുരുകൻ്റെ പ്രീതി കർമ്മങ്ങൾ, സുബ്രഹ്മണ്യ പ്രീതി കർമ്മങ്ങൾ, അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ വീടിനടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യാം. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട്, അവിടെ വീടിനടുത്തുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രം കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കയറി അവിടെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ രാശിയിൽപ്പെട്ട വിശാഖം, ചോതി, ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നിത്യവും തന്നെ ആദിത്യ പൂജ ചെയ്യുന്നത് ബിസിനസ്സിൽ ലാഭം ഉണ്ടാവാനും ബിസിനസ്സിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനൊക്കെ വളരെ നല്ലതായിരിക്കും. ആദിത്യ പൂജ, ആദിത്യ ഭജനം നിത്യവും ചെയ്യുന്നതുമൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലെ ലാഭാനുഭവങ്ങൾ ഉണ്ടാവാനും ശത്രുക്കളെ നിങ്ങൾക്ക് ഒഴിവാക്കുന്നതിനും ഒക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ അഹോര ഹോമം ചെയ്ത് അഹോര യന്ത്രം ധരിക്കുന്നത് ഈ രാശിയിൽപ്പെട്ടവർക്ക് ഉത്തമമാണ്. അത് 2026 മാത്രമല്ല, 2027 ആയാലും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ദോഷങ്ങളും ഇനി വന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളും ഇപ്പോൾ പ്രസന്റ്ലി നിങ്ങൾക്കുള്ള എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. ആദിത്യ ഭജനം എന്നൊക്കെ പറഞ്ഞാൽ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തുലാരാശിയിൽപ്പെട്ടവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രസന്നത ഉണ്ടാവും ലൈഫിൽ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിത്യവും ചെയ്യാനായിട്ട് ശ്രമിക്കുക.